ഗട്ടിന്റെ പ്രശ്നമാണോ അതോ വട്ടാണോ? ഗട്ടാണോ വട്ടാണോ? പ്രത്യേകിച്ച് IBS പോലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർ നേരിടുന്ന ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ ശരിക്കും പ്രയാസം ഉണ്ടായിട്ടാണോ അതോ വട്ടാണോ? എന്ന് വെച്ചാൽ ഗട്ടിന്റെ പ്രയാസം കൊണ്ടാണോ അഥവാ വട്ടാണോ എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഒരു തോന്നലാണ്. പലപ്പോഴും രോഗികൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തുന്നു, ഇതൊക്കെ നിന്റെ തോന്നലാണ്, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, എന്ത് നിനക്ക് കഴിക്കാം, പക്ഷെ ഇതൊക്കെ നിന്റെ തോന്നൽ കൊണ്ട് മാത്രം വരുന്നതാണ്, നിനക്ക് വട്ടാണ് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും പല രോഗികളെയും വേദനിപ്പിക്കുകയും അത് കേട്ടിട്ട് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുമ്പോൾ രോഗികൾ പറയാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് IBS ആയിക്കോട്ടെ, മറ്റനുബന്ധ ദഹന പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മൾ ഒരു പക്ഷേ എൻഡോസ്കോപ്പി മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ചിലപ്പോൾ നോർമൽ ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാണ് നിൽക്കുന്നു. അത് നമ്മുടെ തോന്നലല്ല, അത് മിക്കവാറും IBS എന്ന് പറയുന്ന ഒരു രോഗം കൊണ്ടാണ്. ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തു, കൊളോണോസ്കോപ്പി ചെയ്തു, അതിൻ്റെ ഉള്ളിൽ അൾസറുകൾ, പോളിപ്പുകൾ, മറ്റനുബന്ധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും അതിന്റെ ഫംഗ്ഷൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്ട്രക്ചറുകൾക്കുള്ളിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. അതിനൊന്നും പ്രശ്നമില്ല, സ്ട്രക്ചറിന് പ്രശ്നമില്ല. പക്ഷേ വയറിന്റെയും അതുപോലെ തന്നെ ചെറുകുടല്, വൻകുടലിന്റെ ഒക്കെ അതിന്റെ ഫംഗ്ഷൻ ഓൾട്ടർ ചെയ്താലും അതിന് വ്യതിയാനം വന്നാലും നമുക്ക് ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം, IBS എന്ന് പറയുന്ന രോഗം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുക അപ്പം തന്നെ കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നാം, അല്ലെങ്കിൽ മലബന്ധം ഇതുപോലെ നീണ്ടു നിൽക്കാം, ഒരു പക്ഷേ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന വയറ് ഇതുപോലെ വീർത്തു വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പലപ്പോഴും ചുറ്റുമുള്ളവർ ഇതുപോലെ അതൊക്കെ തോന്നലാണ്, മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളാണ്, മാനസിക രോഗമാണെന്നൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താതെ IBS എന്ന് പറയുന്ന രോഗം ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഈ പ്രയാസം വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട കൃത്യമായ ട്രീറ്റ്മെന്റും അതിന് കൃത്യമായ മാനസിക സപ്പോർട്ടും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം IBS എന്ന് പറയുന്ന രോഗമുള്ളവർക്ക് വീണ്ടും നമ്മൾ ഇതുപോലെ കുറ്റപ്പെടുത്തി വളരെ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പ്രയാസം വീണ്ടും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നമുക്ക് വ്യക്തമായ ട്രീറ്റ്മെന്റും അതോടൊപ്പം തന്നെ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തന്നെ ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുക, മനസ്സിലാക്കുക.